അല്ല മക്കളെ, ഒരു ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് മുറിച്ച് നോക്കാവേ. ചക്കപ്പഴം നല്ല വരിക്കച്ചക്കയല്ലേ? നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരിക്കും പഴുത്തു പോയിന്ന് തോന്നുന്നു കേട്ടോ. പഴുപ്പതിയായിപ്പോയി. ഇങ്ങനെ കറുത്ത് കിടന്നതേ. പക്ഷെ ഇത് ഉണച്ച് കഴിഞ്ഞപ്പോൾ കറുത്ത് വരുന്ന അത്രയും തോന്നിയില്ല. പക്ഷെ നല്ല മണം വന്നണ്ടേ. പഴുപ്പതിയായിപ്പോയി. വാവൂ, എന്നാ കളറായിന്? ചുവന്നയൊക്കെ അല്ലേ? വിയറ്റ്നാം മേർലിയാണോ? നോർമൽ അല്ല കേട്ടോ, വിയറ്റ്നാം മേർലിയുടെ ചക്കയാണേ. നമുക്ക് എത്ര വർഷം കൊണ്ട് കായ്ച്ചു അമ്മേ? നമുക്കിത് 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേനും കായ്ച്ചു. ഇത് വിയറ്റ്നാം മേർലി അല്ല, ആയിർജാക്കാണിത്. ഇതൊക്കെയാ വിയറ്റ്നാം മേർലി. ഇതേതാട്ടോ വിയറ്റ്നാം മേർലി. എന്താ 2 ടൈപ്പ് ഉണ്ട്, ഒരെണ്ണം ആയിർജാക്കും ഒരെണ്ണം വിയറ്റ്നാം മേർലി. ഞാൻ വിയറ്റ്നാം മേർലിയാന്ന് ഓർത്തെ. കഴിച്ചു നോക്കിയാൽ ടേസ്റ്റ് ഉണ്ടോന്ന്? അത് കളർ മാത്രമേ ഉള്ളൂന്ന്. മധുരമുള്ളതൊക്കെയല്ലേ എൻ്റെ മക്കളെ. നാവിൽ കൊതിയോറും ചക്കച്ചള. മധുരമുണ്ട്. എങ്ങനെയുണ്ട്? കാരണം തന്നെ മധുരമുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ് മധുരമുണ്ട് കേട്ടോ. അത് നല്ലപോലെ പഴുത്തിട്ടായിരിക്കും കേട്ടോ. ആണോ? വെക്കേണ്ടിയൊന്നും ആവശ്യമില്ല, നല്ലപോലെ പഴുത്തു. ആക്കണ്ടേ. നല്ല മധുരമുണ്ട്. ഉണ്ട്. ഈ ചക്കയുടെ പ്രത്യേകത കണ്ടോ? ഇതുണ്ടോ? എന്നാ കളറാണ്? ഒരു ലൈറ്റ് ഓറഞ്ച് ടൈപ്പ് കളറാണേ. ഐറ്റം സൂപ്പർ സാധനമാണ് അല്ലേ മേ? ചക്കയിടാൻ നേരത്തെ കൊച്ചു വന്നു. ഈറ്റത്തോട്ടി കൊടുത്തില്ലാമെന്ന് കൊതി കുത്തി കൂടി. അപ്പം ഞാൻ തന്നെ കുറിച്ച് തന്നു. ഈറ്റത്തോട്ടി റിസ്ക്കാ, പുള്ളി അങ്ങോട്ട് കറക്കിക്കൊണ്ട് നടക്കുക. അതുകൊണ്ട് തോട്ടി അവിടെ ഇട്ടിട്ട് പുള്ളി പോയി, കൊതി കുത്തി ഓടിപ്പോയി. ഇനി കൊണ്ടുപോയി കൊടുക്കണം. എപ്പോഴും വരെ എന്നെ വീഡിയോ എടുക്കാൻ വിളിക്കണം, അതോർത്ത് വിളിച്ചാ അങ്ങനെയായിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തേരെ അല്ലേ? അപ്പോൾ ശരി, ഓക്കെ. ഇതങ്ങ് ഫിനിഷ് ചെയ്യട്ടെ. ഇവിടെ ഉള്ളവർക്കൊക്കെ വീതം കൊടുക്കണം. അയലക്കത്തുള്ളവർക്കൊക്കെ വീതം കൊടുക്കണം. ചക്കപ്പഴ. ശരി.